നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മാർച്ച് മാസം 20-ാം തീയതി 1200-ാം ആണ്ട് മീനമാസം 6-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. അനിഴം നക്ഷത്രമാണ്. നക്ഷത്രം ശുഭനക്ഷത്രമാണ്. അതുപോലെ വ്യാഴാഴ്ചയാണ്. ഏറ്റവും ഭാഗ്യദായകമായ ഒരു ദിവസം തന്നെയാണ്. ഐശ്വര്യപ്രദമായ ഒരു ദിവസമാണ്. സാമ്പത്തിക പുരോഗതിയെ കൊടുക്കുന്ന ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ എന്ത് ശുഭകാര്യങ്ങൾക്കും ഇന്ന് ഇറങ്ങാം. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും. കാരണം ശുഭദിനം, ശുഭനക്ഷത്രം. അപ്പോൾ നീ നക്ഷത്രം ചിലപ്പോൾ കൊള്ളില്ലായിരിക്കാം, ചിലപ്പോൾ ദിവസം നല്ലതായിരിക്കാം. ഒക്കെ രണ്ടും കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമായതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷപ്രദമായ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം, വിജയിക്കും. പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ഏറ്റവും നേട്ടത്തെ കൊടുക്കുന്നവനാണ് വ്യാഴം. ശരിക്ക് മീനമാസത്തിലെ അനിഴ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സൗഭാഗ്യപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. എന്തൊക്കെ സാമ്പത്തിക നേട്ടം, അതായത് പ്രമോഷൻ, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റും, പുതിയത് ആഗ്രഹിക്കുന്നതെല്ലാം നേടിത്തരും. കാരണം ചെയ്യുന്നതിലൊന്നും പരാജയം വരത്തില്ല. അപ്പോൾ ഗുരുവിൻ്റെ സഹായം ഉണ്ടാവും എന്ന് വെച്ചിട്ട് എടുത്ത് ചാടി ഒന്നും ചെയ്യണമെന്നല്ല. ശ്രദ്ധിച്ച് നിങ്ങളെ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾക്ക് വിജയസാധ്യത ഉണ്ടാവും. ഊഹ കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നവർ, റിയൽ എസ്റ്റേറ്റോ അതുപോലെ ഷെയർ മാർക്കറ്റിലോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്കും ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ വളരെ ഗുണപ്രദമായ ഒരു വർഷമാണ് എന്നറിയുക. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നല്ല ദിവസമാണെന്ന് പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ഈ പ്രപഞ്ചത്തിൽ 12 മണിക്കൂർ പകലുണ്ട്. അതിൽ ചില സമയങ്ങൾ നമുക്ക് ഉപയോഗശൂന്യമായിട്ടുണ്ട്. അതിൽ യാത്ര തുടങ്ങാനായിട്ട് കൊള്ളാത്ത ഒരു സമയമാണ് രാവുകാല സമയം. രാവുകാല സമയം കലണ്ടറിൽ 1:30 മണി മുതൽ 3 മണി വരെ നീട്ടിട്ടുണ്ട്. 2 മണി 2 മിനിറ്റ് തൊട്ടേ തുടങ്ങുകയുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞേ തുടങ്ങുകയുള്ളൂ. അത് 3 മണിക്ക് തീരത്തില്ല. അതുപോലെ 1:30 തൊട്ട് 3 മണി വരെ എന്നുള്ളത് ശരിക്കും 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. 3:32 വരെ ഉണ്ട്. അതുപോലെ ഗുളികന് യമകണ്ഠനുമായിട്ട് വീതിച്ച് കൊടുത്തിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഗുളികൻ്റെ കാലസമയം ശരിക്ക് 9:32 തൊട്ട് 11:02 വരെയും യമകണ്ഠ കാലസമയം 6:32 തൊട്ട് 8:02 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. ഒരു ശുഭകാര്യങ്ങളും ഈ സമയത്ത് ചെയ്യരുത്. അതുപോലെ പതിവ് പോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം നമുക്ക് മറ്റ് മുഹൂർത്തങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ്. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:08 തൊട്ട് 12:56 വരെ പറഞ്ഞ സമയമാണ്. ഈ സമയത്തിൽ ഒരു ഇടയ്ക്ക് 4 മിനിറ്റ് നേരമേ കൊള്ളാതെ ഉള്ളൂ. അപ്പോൾ 44 മിനിറ്റ് നേരം നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുക്കാം. ഇന്ന് നല്ലൊരു മുഹൂർത്തമുള്ള നല്ലൊരു ദിവസമാണ്. അപ്പോൾ നമ്മളിന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ആ ഇറങ്ങുന്ന കാര്യങ്ങൾ പൂർണ്ണ ഫലസിദ്ധിയിലേക്ക് പോകാൻ വേണ്ടി പ്രപഞ്ചത്തിൻ്റെ കളറായ അന്നത്തെ കളറായ മഞ്ഞ കളറോ ഗോൾഡൻ കളറോ നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന പോസിറ്റീവ് എനർജി പൂർണ്ണമായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.